മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവയുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച പ്രതി ജെറിൻ അറസ്റ്റിലായി. അതേസമയം ഈ കടുവയുടെ യഥാർത്ഥ ദൃശ്യം പകർത്തിയത് വയനാട് തിരുനെല്ലിയിൽ നിന്നാണ്. ഈ ദൃശ്യം തനിക്ക് ലഭിച്ചത് തിരുനെല്ലിയിലെ ജീപ്പ് സഫാരി നടത്തിയവരിൽ നിന്നാണെന്ന് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത വൈൽഡ് ലൈഫ് ഡോക്യുമെന്ററി ഫിലിം മേക്കർ നാഷ് 24നോട് പറഞ്ഞു. 2021 ഒക്ടോബർ 10 അപ്ലോഡ് ചെയ്ത ആ ദൃശ്യം ആദ്യം കാണാം. കരുവാരക്കുണ്ടിലെ കടുവയെ സംബന്ധിച്ച് വലിയ വിവാദങ്ങളാണ് ഉയർന്നത്. അതായത് അതുമായി ബന്ധപ്പെട്ട് കരുവാരക്കുണ്ട് സ്വദേശിയായ ജെറിൻ വ്യാജ പ്രചരണം നടത്തിയതിന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ദൃശ്യം ആദ്യമായി അപ്ലോഡ് ചെയ്യപ്പെടുന്നത് 2021 ഒക്ടോബർ 10 അത് ദി വില്ലേജ് വാക്കർ എന്ന യൂട്യൂബ് ചാനലിലാണ് ഇത് അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. ഈ ദൃശ്യം അപ്ലോഡ് ചെയ്ത നാഷ് നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്യുമെൻ്ററി ഫിലിം മേക്കറാണ്, വൈൽഡ് ലൈഫ് ആയിട്ട് ബന്ധപ്പെട്ട് ഡോക്യുമെൻ്ററി ചെയ്യുന്ന ആളാണ്. നാഷ്, ഇത് അപ്ലോഡ് ചെയ്യുന്ന സാഹചര്യം എവിടുന്നാണ്, എങ്ങനെയാണ് ഈ ദൃശ്യം വന്നത്? ആക്ച്വലി ഒരു 3 വർഷം മുമ്പേ ഞാൻ ഇത്തരത്തിലുള്ള ഡോക്യുമെൻ്ററി ചെയ്യുമ്പം പലരുമായിട്ട് ഇങ്ങനെ ഡ്രൈവർമാരോടൊക്കെ പറയാറുണ്ട് ഇത്തരം വീഡിയോസൊക്കെ വരുമ്പം അയച്ചു തരാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഏതൊരു ഡ്രൈവർ എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണിത്. പക്ഷേ ഈ വീഡിയോ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലായിരുന്നു ഡോക്യുമെൻ്ററിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇന്നലെ വേറൊരു ജോലിയിലായിരുന്നു. എല്ലാം കഴിഞ്ഞ് രാത്രി വന്നപ്പോഴാണ് ഈ വീഡിയോ ഇങ്ങനെ പ്രചരിക്കുന്നതായിട്ട് കണ്ടത്. അപ്പോൾ അതൊരു റോങ് ആയിട്ടുള്ള ന്യൂസാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാനിത് നേരിട്ടിട്ട് പറഞ്ഞത്, ഡിപ്പാർട്ട്മെൻറ്റിനോടും അവരോടൊക്കെ പറഞ്ഞത് ഇത് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് എന്നുള്ളത്. ഇത് സഫാരി വാഹനത്തിൽ അങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകളാണ് എടുത്തിരുന്നത്? അതെ അതെ. ഈ കടുവയുടെ മീറ്റിംഗ് ടൈം ആയ സമയത്ത് ഈ തിരുനെല്ലി അപ്പപ്പാറ ഭാഗത്തൊക്കെ ഈ റോഡ് സൈഡിൽ രാത്രി കാലങ്ങളിൽ കാണാമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഏതോ ജീപ്പ് സഫാരിക്ക് വന്ന ആൾക്കാരോ പകർത്തിയ വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ദൃശ്യം അപ്ലോഡ് ചെയ്യപ്പെട്ടതിന് ശേഷം എന്താണ് തോന്നിയത്? അല്ലെങ്കിൽ ഇങ്ങനെ വലിയ രീതിയിൽ ഇന്നലെ മൊത്തം പിടിച്ചുലയ്ക്കുന്ന വാർത്തയായിട്ട് അത് മാറിയിരുന്നു. ഒരു വ്യാജ പ്രചരണമായിരുന്നു പിന്നീട് വ്യക്തമായി. എന്താണ് അപ്പോൾ തോന്നിയത്? അതെ, ഇതൊരു റോങ് അല്ല. ഓൾറെഡി വനം വകുപ്പ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പിന്നാലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ആളുകൾ ആശങ്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരാൾ പറയാണ് ഞാൻ പറത്തിയ ദൃശ്യമാണെന്ന് പറഞ്ഞിട്ടാണ് അയാൾ പറയുന്നത്. അത്രയും അതെ അതെ. അത് യഥാർത്ഥത്തിൽ ആ വീഡിയോ അങ്ങനെ പോവായിരുന്നെങ്കിൽ എനിക്കൊന്ന് മാധ്യമം പോലും ഏറ്റെടുക്കില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയൊക്കെ കൊണ്ടുവന്നത് കൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങൾ പോലും വിശ്വസിച്ച് പോയിട്ടുണ്ടാവുക. അത്തരത്തിലുള്ള കഥകളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും. എന്തായാലും ഇത് വലിയ രീതിയിൽ ഇന്നലത്തെ ഒരു വാർത്താ ദിനത്തെ പിടിച്ചുലയ്ക്കുന്ന വിധത്തിലായിരുന്നു ഈ ഒരു പ്രചരണം നടന്നിരുന്നത്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ആ ദൃശ്യം അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് നാഷാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ഡ്രൈവർമാർ, ജീപ്പ് ഡ്രൈവർമാരിൽ ആരോ ഒരാൾ നൽകിയ ദൃശ്യമാണെന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ഈ സംഭവത്തിൽ നടപടിയുമായി പോലീസും വനംവകുപ്പും എല്ലാം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത് പ്രതിയായിട്ടുള്ള ജെറിനെ, അതായത് വ്യാജ പ്രചരണം നടത്തിയ ജെറിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് വരെ പോലീസും വനംവകുപ്പും എല്ലാം തന്നെ എത്തുകയാണ്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.